ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഇങ്ങനെ നീട്ടി നമുക്ക് ഒക്ടോബർ 31 വരെയൊക്കെ ആയി. നമ്മളുടെ ഡിസംബർ 2024 ഡിസംബർ എക്സാമിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 15 അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എങ്ങനെയാണ് ഫോൺ ഉപയോഗിച്ച് നമ്മളുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ച് എങ്ങനെയാണ് എക്സാം ഫോം ഫില്ല് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ലിങ്ക് ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് എക്സാമിനേഷൻ ഫോം ഫോർ ഡിസംബർ 2024 എന്ന് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് നോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ പറയുന്നത് ആർക്കൊക്കെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. എക്സാം ഫീ എത്രയാണ് വരുന്നത്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാം നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ഫോർ TE ഡിസംബർ എന്ന് പറയുന്നത് 15 ഒക്ടോബർ 2024 കാണാം. അതിന് താഴെയായിട്ട് എക്സാമിൻ്റെ ഫീയും കാര്യങ്ങളും പറയുന്നുണ്ട്. എക്സാമിന് ഒരു സബ്ജക്റ്റിന് പെർ തിയറി 200 rupees ആണ്. പ്രാക്ടിക്കലിൻ്റെ ഫീ എന്ന് പറയുന്നത് 4 ക്രെഡിറ്റ് വരെയാണെങ്കിൽ 300 rupees, 4 ക്രെഡിറ്റ് മേലെയാണെങ്കിൽ 500 rupees ഒക്കെയാണ് വരുന്നത്. പിന്നെ താഴെയായിട്ട് കുറേ ഇമ്പോർട്ടൻറ്റ് നോട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സ്റ്റഡി സെൻറ്റേഴ്സിൻ്റെ കാര്യങ്ങളും ABC IDൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാം ഒരു ഡിക്ലറേഷൻ കൊടുക്കാനുണ്ട്. ഐ ഹിയർ ബൈ നമ്മളിതൊക്കെ വായിച്ച് മനസ്സിലാക്കി എന്നുള്ളതിനുള്ള അതിൽ ടിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം പ്രൊസീഡ് ടു ഫിൽ ദ ഓൺലൈൻ എക്സാമിനേഷൻ ഫോം എന്ന് കാണാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും. അപ്പോൾ വെൽക്കം ടു സ്റ്റുഡൻറ്റ് സപ്പോർട്ട് സർവീസ് എന്ന് കാണാം. ഇവിടെ നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പറും അതുപോലെ തന്നെ താഴെയായിട്ട് പ്രോഗ്രാമും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പ്രോഗ്രാമും സെലക്ട് ചെയ്യുക. അതിന് താഴെയായിട്ട് ഒരു ക്യാപ്ച ഉണ്ട്. ആ ഒരു ക്യാപ്ചയും നമ്മൾ അടിച്ചു കൊടുക്കുക. എൻറോൾമെൻറ്റ് എന്ന് പറയുന്നത് 10 digit ആയിട്ടുള്ള ഒരു നമ്പറാണ്. ഓൾഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് 9 digit ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് നമ്മളുടെ പ്രൊഫൈലിൽ പോയാൽ നമുക്ക് ലഭിക്കും. ഇനി അതിൻ്റെ താഴെയായിട്ട് നമുക്ക് നമ്മളുടെ പ്രോഗ്രാം കോഡ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ എൻ്റെതെന്ന് പറയുന്നത് MAPC ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ എല്ലാ വിധത്തിലുള്ളതും. അതിൻ്റെ താഴെയായിട്ട് സെലക്ട് എക്സാമിനേഷൻ സെൻറ്റർ റീജിയൻ എന്ന് കാണാം. ഇവിടെ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ RC അതായത് റീജിയണൽ സെൻറ്റർ എവിടെയാണോ അവിടെയാണ് എഴുതേണ്ടത്. അതായത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററല്ല ഇവിടെ എഴുതേണ്ടത്. ഇതിൽ കാണാം നമുക്ക് 3 റീജിയണൽ സെൻറ്റേഴ്സാണുള്ളത്: കൊച്ചിൻ, ട്രിവാൻഡ്രം ആൻഡ് വടകര. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് ക്യാപ്ച കാണാം. ഈ ഒരു ക്യാപ്ച നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആ ക്യാപ്ച വേണ്ടെങ്കിൽ അവിടെ തന്നെ ഒന്നും കൂടി ഒന്ന് സെലക്ട് ചെയ്താൽ ആ ക്യാപ്ച മാറിയിട്ട് വേറൊന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് അവിടെ സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിതാ വെൽക്കം ടു സ്റ്റുഡൻറ്റ് സപ്പോർട്ട് സർവീസ് ഓൺലൈൻ എക്സാമിനേഷൻ ഫോം വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പർ അവിടെ വന്നിട്ടുണ്ടാകും. അതിനുശേഷം പ്രോഗ്രാം ഏതാണെന്ന് അതും വന്നിട്ടുണ്ടാകും. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് എക്സാമിനേഷൻ സെൻറ്റർ. നമ്മളുടെ എക്സാമിനേഷൻ സെൻറ്റർ എവിടെയാണോ വേണ്ടത് അത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. നമ്മളുടെ റീജിയണൽ സെൻറ്റർ നമ്മൾ ആദ്യമേ കൊടുത്തത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തുള്ള കോളേജസിൻ്റെ കാര്യങ്ങളായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് എന്ന് പറയുമ്പോൾ ഡു യു വാണ്ട് ടു ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്. നിങ്ങളുടെ അഡ്രസ്സിൽ ചേഞ്ച് മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കാം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ID കൊടുക്കുക. പിന്നെ അതിന് താഴെയായിട്ട് കാണാം ആധാർ നമ്പർ ഓപ്ഷണൽ എന്ന് കാണാം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആധാർ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൻ്റെ കോഡ് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നിങ്ങൾ ABC ID ഉണ്ടാക്കിയ ആൾക്കാരാണെങ്കിൽ അവിടെ അത് കൊടുക്കാം. നിങ്ങൾക്ക് ABC ID ഇല്ല എന്നാണെങ്കിൽ അവിടെ സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് ABC ID ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കും. അവിടെ സെലക്ട് ചെയ്യുക. അവിടെ യെസ് ഓർ നോ കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. യെസ് ആണെങ്കിൽ
അവിടെ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ABC ID കോഡ് കൊടുക്കാനുണ്ടാവും. ഇല്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആധാർ നമ്പർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ABC ID ഇല്ലാത്തവർ നിർബന്ധമായും ABC ID ഉണ്ടാക്കിയിട്ട് മാത്രം എക്സാമിന് അപ്ലൈ ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് തീരെ നിങ്ങൾക്ക് ആക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആധാർ നമ്പർ വെച്ച് ചെയ്യുക. നമുക്ക് എക്സാം കോഡ് സെലക്ട് ചെയ്യണം. നമ്മൾ ഏതൊക്കെ എക്സാമിനാണ് അപ്പിയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എക്സാമുകൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം MAPCയുടെ സെക്കൻഡ് ഇയറിലെ ക്ലാസ്സുകളാണ്. MPCE 024 പ്രാക്ടിക്കൽ ഉണ്ട്, MPCL 007 പ്രാക്ടിക്കൽ ഫസ്റ്റ് ഇയറിലെ പ്രാക്ടിക്കലാണ്. അപ്പോൾ അതിൽ ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, തിയറി പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ MPC 025 എന്നുള്ളത് പ്രോജക്റ്റാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊരു ഇൻറ്റേൺഷിപ്പ് ആണ് MPC 025 എന്ന് പറയുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെ പേപ്പേഴ്സാണ് എഴുതാനുള്ളത് അല്ല സെക്കൻഡ് ഇയറിലെ പേപ്പേഴ്സാണ് എഴുതാനുള്ളത്, അതൊക്കെ നിങ്ങളുടെ ഏതൊക്കെയാണ് എഴുതാനുള്ളത് അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 4 പേപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് കാണാം അസൈൻമെൻറ്റ് സബ്മിറ്റഡ്. ഒന്നിക്കൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ വിൽ ബി സബ്മിറ്റഡ് ബിഫോർ ദ ക്ലോസിംഗ് ഡേറ്റ് ഫോർ ദ എബവ് കോഴ്സസ്. ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ ഞാൻ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഒന്നിക്കൽ നമ്മൾ ഈ ഒരു എക്സാം ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എക്സാം ഫോം ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്താലും മതി. ഈ ഒരു ഇയർ തന്നെ ഈ ഒരു ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതിന് യെസ് എന്ന് കൊടുക്കുക. ഇനി ഇതൊക്കെ ഫില്ല് ചെയ്ത് ലാസ്റ്റ് നമുക്ക് കാണാം സബ്മിറ്റ് എന്ന് കാണാം. ഇനി ആ ഒരു സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴായിട്ട് നമുക്ക് കാണാം നമ്മൾ ഈ 2024 ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ എലിജിബിൾ ആണോ എന്നുള്ളതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയാസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെ അതും സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ വരും. നമ്മളുടെ എക്സാം ഫോം ഫില്ല് ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരും. നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റാണ് കൊടുത്തിട്ടുള്ളത്, നമ്മളുടെ കോഡ് എന്താണ്, നമ്മളുടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഇവിടെ വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എത്ര എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടത് എന്നും കൂടി ഇവിടെ കാണാം. ഇപ്പോൾ ടോട്ടൽ എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് 800 ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 800 റുപ്പീസ് നമ്മൾ എങ്ങനെയാണ് പേ ചെയ്യാൻ പോകുന്നത് അവിടെ നമുക്ക് കാണാം. പേയ്മെൻറ്റ് ഗേറ്റ് 1, പേയ്മെൻറ്റ് ഗേറ്റ് 2, പേയ്മെൻറ്റ് ഗേറ്റ് 3 എന്നൊക്കെ കാണാം. അപ്പോൾ അതിൽ ഞാൻ പേയ്മെൻറ്റ് ഗേറ്റ് 1 ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം പേ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഇതുപോലെ വരും. നമ്മൾ എത്രയാണോ പേ ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഏത് പേയ്മെൻറ്റാണോ നമ്മൾ ചെയ്യുന്നത്, UPI പേയ്മെൻ്റ് ആണോ, ഗൂഗിൾ പേ ആണോ, ഫോൺ പേ ആണോ, അല്ല ബാങ്കിങ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. കാർഡാണെങ്കിൽ കാർഡ്, നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ വാലറ്റ്, എങ്ങനെയാണെങ്കിലും നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക. ഇനി ഗൂഗിൾ പേ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ഓപ്പൺ ദിസ് പേജ് ഇൻ ഗൂഗിൾ പേ എന്ന് പറയും. അത് ഓപ്പൺ ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഗൂഗിൾ പേയിലേക്ക് നേരിട്ട് വരും. അപ്പോൾ അതിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അങ്ങനെ അതിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈ ഒരു ഓപ്ഷനിൽ തന്നെ തിരിച്ചു വരും. ഇവിടെ നമുക്ക് കാണാം കീപ് നോട്ട് ഓഫ് ദ സെയിം ഫോർ ഫ്യൂച്ചർ കറസ്പോണ്ടൻസ് എന്ന് കാണാം. ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് എന്നുള്ളതിനുള്ള ഒരു തെളിവാണത്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളുടെ അപ്ലൈ ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ആദ്യം തന്നെ പോയിട്ടുള്ള ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൽ താഴെയായിട്ട് കാണാം ഡിക്ലറേഷൻ കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു ഫിൽ ഓൺലൈൻ സബ്മിഷൻ ഫോം എന്നായിരുന്നു നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്. അതിന് പകരമായിട്ട് എക്സാമിനേഷൻ ഫോം സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യുക. ആ ഗ്രീൻ കളറുള്ള ബാർ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഇതുപോലെയാണ് വരിക. നമുക്ക് നമ്മളുടെ എക്സാം ഫോം ഫില്ല് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ 72 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് അതിൽ വരും എന്നാണ് പറയുന്നത്. അതിന് മുമ്പായിട്ടും വരുന്നുണ്ട്. ഇതിപ്പോൾ 1 ഡേ കഴിഞ്ഞപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. എൻറോൾമെൻറ്റ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക.
ഇതുപോലെയുള്ള ഒരു പേജ് വരും. ഇവിടെ നമുക്ക് ഒരു കൺട്രോൾ നമ്പർ തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് സബ്മിഷൻ, നമ്മൾ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഈ ഒരു കൺട്രോൾ നമ്പറിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് കിട്ടുക. അപ്പോൾ അവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ കാണാം നമ്മളുടെ ഡീറ്റെയിൽസ്. കൺട്രോൾ നമ്പർ ഉണ്ട്, എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ട്, പ്രോഗ്രാം കോഡ്, നെയിം, എക്സാം സെൻറ്ററിൻ്റെ കോഡ്, കോഴ്സ് നമ്മൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പേപ്പർ നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. ആൻഡ് ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാം ഇൻസ്ട്രക്ഷൻ ഫോർ ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ എക്സാം ഫോം ഫില്ല് ചെയ്യുന്നതും പ്രിൻ്റ് എടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.